ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മോമെന്റ് ഡയഗ്രം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാന്റിലിവർ ബീമിന്റെ സ്റ്റാൻഡേർഡ് കേസും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും സ്റ്റാൻഡേർഡ് കേസസ് കണ്ടു. എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടില്ല. അത്യാവശ്യം നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരുന്ന എല്ലാ സ്റ്റാൻഡേർഡ് കേസസും സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിലും കാന്റിലിവറിന്റെ കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓവർ ഹാങ്ങിങ് ബീമിന്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കാം. അതിന് നമ്മളൊരു എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് കേസ് ആണ് എടുക്കുന്നത്. അതിന്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഓവർ ഹാങ്ങിങ് ബീമിന്റെ വരയ്ക്കാന്ന് കാണാം. വിത്ത് ദാറ്റ് വി വിൽ എൻഡ് അപ്പ് ഓൾ ദ സ്റ്റാൻഡേർഡ് സെക്ഷൻസ്. സോ സ്റ്റാൻഡേർഡ് സെക്ഷന്റെ നമ്മളെല്ലാം അതുകൊണ്ട് അവസാനിപ്പിക്കും. ദെൻ വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലംസ് ടുഡേ. പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഒരു സിംഗിൾ കേസ് ഓഫ് ലോഡിംഗ് ആണ്. ഒന്നെങ്കിൽ പോയിന്റ് ലോഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ യു ഡി എൽ ആയിരിക്കും, ഇല്ലെങ്കിൽ യു വി എൽ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു ബീമിൽ ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ ലോഡുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാം എന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് കാര്യമായിട്ട് ചോദിക്കുക. അതാണ് നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടിപ്പിക്കൽ പ്രോബ്ലംസ് എടുക്കും, നമ്മൾ ആ പ്രോബ്ലംസ് ഓരോന്നായിട്ട് സോൾവ് ചെയ്യും. ഇന്ന് നമ്മളൊരു കാന്റിലിവർ ബീമിന്റെ മൾട്ടിപ്പിൾ ലോഡ് കേസിലുള്ള പ്രോബ്ലം നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് സെഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓവർ ഹാങ്ങിങ് ബീമാണ്. ഓവർ ഹാങ്ങിങ് ബീമിന്റെ ഫ്രീ എൻഡിൽ ഒരു യു ഡി എൽ ഉണ്ട്. സോ ഓവർ ഹാങ്ങിങ് ബീം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കാന്റിലിവർ പോർഷൻ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോർഷൻ ഉള്ള ബീമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കുക. ഇപ്പൊ ഈ ഇമേജിൽ നിങ്ങൾക്ക് ഒരു ഓവർ ഹാങ്ങിങ് ബീം കാണാം. ബീമിന്റെ എ ബി എന്ന് പറഞ്ഞ രണ്ട് സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന്റെ ഇടയിലുള്ള സ്പാന് എൽ മീറ്റർ ആണ്. സോ ആ സപ്പോർട്ട് ബി കഴിഞ്ഞ് ഒരു എ മീറ്റർ ലെങ്ത് സംതിങ് സം യൂണിറ്റ് ഓഫ് ലെങ്ത് എ എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ബി സി എന്നൊരു പോർഷൻ ഓവർ ഹാങ്ങിങ് ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കുക. ആ ബീമിന്റെ അറ്റത്ത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫോഴ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീമിന്റെ കണ്ടീഷനിൽ നമ്മൾ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് സപ്പോർട്ട് ഉണ്ടല്ലേ. അപ്പൊ ഏത് ഭാഗത്തു നിന്ന് സെക്ഷൻ എടുത്താലും സപ്പോർട്ട് റിയാക്ഷൻസിന്റെ ആവശ്യം വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. സോ സപ്പോർട്ട് റിയാക്ഷൻ എടുത്താൽ ആർ എ ആർ ബി എന്ന് പറഞ്ഞ രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക ഈ കേസിലും. ആ സപ്പോർട്ട് റിയാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ നമ്മൾ ഓവർ ഹാങ്ങിങ്ങിന്റെ പ്രോബ്ലംസ് ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വി വിൽ ട്രൈ ടു സോൾവ് ഇറ്റ് സ്പീഡ്ലി. ഫസ്റ്റ് കണ്ടീഷൻ, വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0. ഇവിടുത്തെ വെർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ആർ എ ഉണ്ട് ആർ ബി ഉണ്ട്, ആക്ടിങ് അപ്വേർഡ്സ്, പി ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ ആർ എ പ്ലസ് ആർ ബി മൈനസ് പി is equal to 0. From this we will get an equation RA plus RB is equal to P. That is our equation 1. So ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിലോട്ട് വരുവാണെങ്കിൽ സിഗ്മ എം ബി is equal to 0. That is moment about point B is equal to 0 എന്ന് ഞാൻ എടുക്കുന്നു. നിങ്ങൾക്ക് ഏത് എയോ ബിയോ ഏതോ എടുക്കാം. ഫോർ കൺവീനിയൻസ് ഐ എം ടേക്കിംഗ് സിഗ്മ എം ബി is equal to 0. അതായത് ഇവിടെയുള്ള എല്ലാ ഫോഴ്സും കൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് മൊമെന്റ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. അതിനാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയാ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. സോ സിഗ്മ എം ബി is equal to 0 ആർ എ ഇൻറ്റു എൽ അല്ലെ. ദർ ഇസ് എ ഫോഴ്സ് ആർ എ ആക്ടിങ് അറ്റ് എ ലെങ്ത് എൽ. സോ ലിവർ ആം എൽ ആണ്, ആർ എ ആണ് ഫോഴ്സ്. ആർ എ ഇൻറ്റു എൽ ക്ലോക്ക് വൈസ്. ഐ എം ടേക്കിംഗ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്. സോ ആർ എ ഇൻറ്റു എൽ ഈസ് പോസിറ്റീവ്. അഗെയിൻ ഇവിടെ നിന്ന് നോക്കിയാൽ ദർ ഇസ് എ പി ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം ബി. പി എന്ന് പറഞ്ഞ ഫോഴ്സ് എ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. Then it is P into A again clockwise. So RA into L clockwise ആണ്, P into A clockwise ആണ്. So RA into L plus P into A is equal to 0, which gives RA is equal to minus PA by L. RA minus PA by L എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത് അല്ലെ. ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. നെഗറ്റീവ് സൈൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർ ഐക്ക് ഏത് ഡയറക്ഷൻ കൺസിഡർ ചെയ്താണോ നമ്മുടെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കുമുള്ള സൈൻ എന്നാണ്. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ആ അസ്യൂം ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ ആർ എ ആർ ബി രണ്ടും മേലോട്ടാണെന്ന് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. സോ ആർ എ ആർ ബി മേലോട്ടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആർ എന്റെ വാല്യൂ നെഗറ്റീവാ കിട്ടി. നമ്മൾ ആർ എ അസ്യൂം ചെയ്ത് മുകളിലോട്ടായിരുന്നു. ആർ എന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആർ എ എന്ന് പറയുന്ന റിയാക്ഷൻ മുകളിലോട്ടല്ല ആക്ട് ചെയ്യുന്നത്, താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്.
Okay, so RA is acting downwards. Reaction at A is downwards എന്നാണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആൻസറിൽ നമുക്ക് ഇപ്പോഴും നെഗറ്റീവ് ആൻസർ വരിക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇഫ് യു ഗെറ്റ് നെഗറ്റീവ്, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ഏത് ഡയറക്ഷൻ അസ്യൂം ചെയ്തു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആക്ച്വൽ റിയാക്ഷൻ എന്നുള്ളത്. സോ നമുക്ക് RA ന്റെ ഇക്വേഷൻ കിട്ടി. Equation 2, put equation 2 in 1, you will get RA instead of RA minus PA by L plus RB is equal to P. So you get the value of RB is equal to P plus PA by L. ബാക്കിയെല്ലാം സെയിം ആണ്, P plus PA by L. സോ നമുക്ക് RA കിട്ടി, RB കിട്ടി. സോ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കുക, എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാം. So let's start with shear force diagram as usual. So നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ആ റിയാക്ഷന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ RA is acting downwards, PA by L downwards ആണ്. ഇത് P plus PA by L upwards ആണ്. ഇവിടെ നമ്മുടെ റിയാക്ഷൻ പിയും അപ്ലൈഡ് ലോഡ് പിയും ഉണ്ട്. സോ ABC എന്ന് പറഞ്ഞ 3 പോർഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ലോഡിന് വേരിയേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ PA by L ആണ്, P plus PA by L ആണ്, ഇവിടെ P ആണ്. സോ ഒറ്റ സെക്ഷൻ എടുക്കാൻ പറ്റില്ല, നമ്മൾ 2 സെക്ഷൻ എടുക്കും. സോ 2 സ്ഥലം നമ്മൾ കൺസിഡർ ചെയ്യും. കൺസിഡർ സെക്ഷൻ XX അറ്റ് ഡിസ്റ്റൻസ് X. ഈ XX നൽകുന്നത് നമ്മൾ 2 സ്ഥലത്തെടുക്കും അല്ലെ. BC പോർഷനിൽ എടുക്കണം, AB പോർഷനിൽ എടുക്കണം. നമുക്ക് AB വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. AB എന്ന് പറഞ്ഞ പോർഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ പോർഷൻ AB എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ X ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് XX സെക്ഷൻ. സോ ഈ സെക്ഷനിൽ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ അപ്പുറത്തുള്ള ബാക്കിയെല്ലാം നമ്മൾ മറക്കുന്നു. സോ വി ഇഗ്നോർ ഓൾ ദീസ് പോർഷൻസ്. നൗ വി ഓൺലി ഹാവ് ദിസ് മച്ച് പോർഷൻ ഓഫ് ദ ബീം. വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഹിയർ? സോ ഇവിടെ നിന്ന് ഈ ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾ കാണുന്ന ഒരേ ഒരു ഫോഴ്സ് ഏതാണ്? PA by L which is acting downwards. So your shear force is PA by L. ഓക്കെ, ഷിയർ ഫോഴ്സ് PA by L ആണ്. റിസൾട്ടന്റ് ഫോഴ്സിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയാന്ന് പറഞ്ഞു. ഒരു സെക്ഷന്റെ ഒരു സൈഡിലോട്ട് മാത്രം നോക്കുമ്പോൾ സോ ഇറ്റ് ഈസ് PA by L. നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്? നോക്കിക്കേ, ഈ ഒരു സെക്ഷൻ എടുത്തു. ഈ സെക്ഷന്റെ ഈ ഭാഗത്ത് ലോഡ് ഉണ്ട്, ഈ ഭാഗത്ത് നമ്മൾ മുഴുവൻ ഇഗ്നോർ ചെയ്തു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ വെച്ച് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും നടക്കുക? ലെഫ്റ്റ് സൈഡ് താഴോട്ട് പോകും, റൈറ്റ് സൈഡ് മുകളിലോട്ട് പോകും. റൈറ്റ് സൈഡ് അപ്പ് ഈസ് നെഗറ്റീവ് അല്ലെ. സോ ഈ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടത്തെ റിസൾട്ടന്റ് ആണ് ഷിയർ ഫോഴ്സ് അല്ലെ. അത് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പുറത്തെ സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ് ചെയ്ത് കളഞ്ഞു. സോ ഈ ഭാഗം ഈ XX സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ താഴോട്ട് പോകുന്നു, ഈ ഭാഗം മേലോട്ട് പോകുന്നു. സോ റൈറ്റ് സൈഡ് അപ്പ് ഈസ് നെഗറ്റീവ് ഷിയർ മൈനസ് PA by L. സോ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൈൻ കൺവെൻഷന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ആണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവും ഹോഗിങ് മൊമെന്റ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി ഓപ്പോസിറ്റ് സൈൻ നിങ്ങൾ കണ്ടാൽ ഇത് തെറ്റാണെന്നൊന്നും വിചാരിക്കേണ്ട. സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലായിടത്തും റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ് ഷിയർ എന്ന് എഴുതുന്നത്. ഓക്കെ, മൈനസ് ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആള് കൺസിഡർ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ എപ്പോഴും എവിടെയും എഴുതണം. ഓക്കെ, സോ ഇവിടെ ഷിയർ ഫോഴ്സ് റൈറ്റ് സൈഡ് അപ്പ് ആണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഷിയർ എന്ന് നമ്മൾ എടുത്തു. സോ ഷിയർ ഫോഴ്സ് ഇസ് മൈനസ് PA by L. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷന്റെ AB പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും, A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും നമ്മൾ എടുക്കുന്നു. സോ A എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to 0. സോ അറ്റ് X is equal to 0, what is your shear force? X എന്ന് പറഞ്ഞൊരു ടേം നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ XX ആക്സിസിലെ ഇക്വേഷനിൽ ഇല്ല അല്ലെ. X എന്ന് പറഞ്ഞ ഒരു ടേമേ ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ X. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അത് ഈ സെക്ഷന്റെ ഇപ്പുറത്തോട്ട്, ഈ സെക്ഷന്റെ എന്നല്ല, ഈ B എന്ന് പറയുന്ന പോയിന്റിന്റെ ഇപ്പുറത്തോട്ട് ഏതൊരു പോയിന്റ് എടുത്താലും നിങ്ങൾക്ക് ഒറ്റ ഒരു ഫോഴ്സേ ഉള്ളൂ. ആ ഫോഴ്സ് PA by L ആണ്. സോ ഷിയർ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് മൈനസ് PA by L. സോ അറ്റ് X is equal to 0യും മൈനസ് PA by L ആണ്.
at x is equal to L. At x is equal to L എന്ന് പറഞ്ഞാൽ നമ്മുടെ B എന്ന് പറഞ്ഞ പോയിന്റ് അവിടെയും PA by L ആണ്. സോ ഷിയർ ഈസ് കോൺസ്റ്റന്റ്, ഷിയറിന് വേരിയേഷൻ ഒന്നുമില്ല. സോ നമ്മൾ പോർഷൻ AB കവർ ചെയ്തു. നമുക്ക് അടുത്തത് വേണ്ടതാണ് പോർഷൻ BC. സോ രണ്ടാമത്തെ ഈ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ പോർഷൻ BC എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ആദ്യം കാണണം. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് സൈഡിനെ പൂർണ്ണമായിട്ടും കൊണ്ട് മറക്കുക. സോ ലെഫ്റ്റ് സൈഡിനെ ഞാൻ പൂർണ്ണമായിട്ടും മറന്നു. എനിക്കിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള ഒരു ബീം ഓവർ ഹാങ്ങിങ് പോർഷൻ ഉണ്ട്. അതിനകത്ത് പി എന്ന് പറഞ്ഞൊരു ഫോഴ്സും ഉണ്ട്. സോ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ്? സോ എക്സ് എക്സിന്റെ ഷിയർ ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യണം? ഈ ബാക്കി സ്ഥലം മുഴുവൻ മറന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് മാത്രം നോക്കുക. റൈറ്റ് സൈഡിലോട്ട് മാത്രം നോക്കിയിട്ട് അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് ഓവർ ദർ? ഓൺലി ഒരു ഫോഴ്സ് അല്ലേ, പി എന്ന് പറഞ്ഞൊരു ഫോഴ്സേ ഉള്ളൂ. ദാറ്റ് പി ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, വാട്ടർ. സോ പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് മാത്രമേ നമുക്ക് റൈറ്റ് സൈഡിലുള്ളൂ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എക്സ് ഈസ് നത്തിങ് ബട്ട് പി അല്ലെ, പി എന്ന് പറഞ്ഞൊരു ഫോഴ്സേ ഉള്ളൂ. സോ ഷിയർ ഫോഴ്സ് ഈസ് പി എന്ന് നമുക്ക് കിട്ടി. സോ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയണം. ഞാനിവിടെ പോസിറ്റീവ് എഴുതിയേക്കുന്നത്. പോസിറ്റീവ് എഴുതാൻ കാരണം എന്തായിരിക്കും? ഈ ഒരു ലെഫ്റ്റ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ആ സെക്ഷൻ വെച്ച് സെക്ഷന്റെ റൈറ്റ് സൈഡിലോട്ട് മാത്രം ഞാൻ നോക്കുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഫോഴ്സ് താഴോട്ടാണല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോർഷൻ മൂവ് ചെയ്യാൻ പോകുന്നത് താഴോട്ടാണ്. സോ റൈറ്റ് സൈഡ് ഈസ് ഡൗൺ, റൈറ്റ് സൈഡ് ഡൗൺ ഈസ് പോസിറ്റീവ് ഷിയർ. ഓക്കെ, റൈറ്റ് സൈഡ് ഡൗൺ ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ഷിയർ ആണ്. സോ യു ഗോട്ട് ഷിയർ ആൻഡ് ഷിയർ സൈൻ. സോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ് അല്ലേ. ഇവിടെയും ഒരു പോയിന്റേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് അപ്പോൺ എക്സ് അല്ലെ, എക്സുമായിട്ടൊരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് എ സിംഗിൾ കോൺസ്റ്റന്റ് ഫോഴ്സ്. സോ ത്രൂ ഔട്ട് ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ എൻഡിൽ അവിടെ ഫോഴ്സ് പി ആണ്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ബി, സോറി എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എവിടെയാ? ബി എന്ന് പറഞ്ഞ പോയിന്റ്. സോ ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്നു. ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ പി. സോ ഇറ്റ് ഈസ് പി അറ്റ് ത്രൂ ഔട്ട് ദിസ് സ്പാൻ ബി സി. ബി സി എന്ന് പറയുന്ന ലെങ്ത്തിൽ മുഴുവൻ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പി ആണ്. സോ യു ക്യാൻ ഡ്രോ ദ ഫിഗർ നൗ. നമ്മുടെ പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി ബേസ് ലൈൻ വരച്ചു. നൗ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് പി എ ബൈ എൽ. ഇറ്റ് ഈസ് നെഗറ്റീവ്, സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺവേർഡ്സ് അല്ലെ. ഇനി ഇവിടെ തൊട്ട് ഏത് പോയിന്റ് എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നീങ്ങി ഇവിടം വരെ എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എൽ. എക്സ് ഈസ് ഈക്വൽ ടു എൽ ആവുമ്പോൾ അഗെയിൻ ഇറ്റ് ഈസ് പി എ ബൈ എൽ. അത് തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദിസ് സ്പാൻ. എ ബി എന്ന് പറയുന്ന സ്പാന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. പി എ ബൈ എൽ വിച്ച് ഈസ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഓവർ ഹാങ്ങിങ് പോർഷൻ ആണ്. ഓവർ ഹാങ്ങിങ് പോർഷന്റെ എക്സ് 0 ആവുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പി ആണ്. എക്സ് എ ആവുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പി ആണ്. രണ്ട് സൈഡിലും പി ആണ് അല്ലെ. പി പി പോസിറ്റീവ് ഷിയർ ആണ്, അതുകൊണ്ട് വേലോട്ട് വരയ്ക്കുന്നു. രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് മൈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ഷെയ്ഡ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് ഈ പോർഷൻ. നിങ്ങൾ ഇവിടെ ഷെയ്ഡ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഇതിപ്പം കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്ന ഫിഗർ ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഹാച്ച് പോർഷൻ ഈസ് വെൽ ആൻഡ് ഗുഡ്. ഹാച്ച് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ കഷ്ടപ്പെട്ട് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന് ഉദ്ദേശിച്ചു. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടി. അടുത്ത് എന്ത് വേണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ പോലെ 2 സെക്ഷൻ എടുക്കണം. 2 സെക്ഷനിലെ റിസൾട്ടന്റ് മൊമെന്റ് കാണണം അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്, വ്യത്യാസമൊന്നുമില്ല. സോ ലെറ്റ് സ്റ്റാർട്ട് ടു കാൽക്കുലേറ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എക്സ് സെക്ഷൻ. പോർഷൻ എ ബി എടുത്തു. പോർഷൻ എ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പി എ ബൈ എൽ ആണ്. പി എ ബൈ എൽ ഇൻറ്റു എക്സ് ആണ് ഇവിടുത്തെ മൊമെന്റ് അല്ലെ. വേറൊരു ഫോഴ്സും ഇല്ല, വേറൊരു മൊമെന്റും ഇല്ല. അതുകൊണ്ട് സോ വാട്ട് വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ്? ഇറ്റ് ഈസ് പി എ ബൈ എൽ ഇൻറ്റു എക്സ്. പി എ ബൈ എൽ ഇങ്ങനെ എക്സ് ഡിസ്റ്റൻസിൽ ഇപ്പോൾ എക്സ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് പി എ ബൈ എൽ ഇൻറ്റു എക്സ്. ഇവിടെ ഞാൻ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. ഒരു മൊമെന്റ് നെഗറ്റീവ്, സോറി ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? We will say it when the moment is the beam is undergoing sagging അല്ലെങ്കിൽ hogging ആണോ പോകുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയാം. ഇവിടെ ഹാഗിങ് ആണോ സാഗിങ് ആണോ ഹോഗിങ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. യൂഷ്വലി നമ്മൾ രണ്ട് രീതിയിൽ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ തോന്നുന്നത് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യത. ഓരോ പ്രോബ്ലത്തിൽ ഓരോ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ യൂഷ്വലി 2 രീതിയിൽ നമുക്ക് ബീമിന്റെ ബെൻഡിങ് കണ്ടുപിടിക്കാൻ പറ്റും.
ഒന്നാമത്തത് ആ ടോട്ടൽ ബീം എടുക്കുക. നമ്മളൊരു സ്കെയിലിന്റെ കേസ് പറഞ്ഞു, സ്കെയിലിന്റെ നടുക്ക് ലോഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു അല്ലെ. അതാണ് ഈ ടോട്ടൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ബീം എടുത്തു, ബീമിന്റെ ടോട്ടൽ ബീം എടുത്തിട്ട് ആ ടോട്ടൽ ലോഡ് വെച്ച് ബീം എങ്ങനെയാ വളയുന്നതെന്ന് വെച്ച് നമുക്ക് ഹോഗിങ് ആണോ സാഗിങ് ആണോ എന്ന് പറയാം. രണ്ടാമത്തതാണ് നമ്മൾ ഓരോ പോർഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ മാത്രം എടുത്ത് ആ സെക്ഷന്റെ ലോഡ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ യു ഡി എൽ വരച്ച കേസിൽ അല്ലെ, ബീമിന്റെ യു ഡി എൽ വരച്ചപ്പോൾ സിംപ്ലി സപ്പോർട്ടറിന്റെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ബുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളയും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞത് അതൊരു ടോട്ടൽ കേസ് എടുത്തിട്ടാണ്. അല്ലാതെ വേറെ ഏതോ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു പോയിന്റ് ലോഡ് വെച്ചിട്ടുള്ളതാണെന്നും തോന്നുന്നു. ആ കേസിൽ നമ്മൾ 2 സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് വരച്ചത്. ഇവിടെ നമ്മൾ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബെൻഡിങ് ഒന്ന് നോക്കാം. സോ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എക്സ് പോർഷൻ മാത്രം എടുത്തു. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ഹോഗിങ് ആണോ സാഗിങ് ആണോ എന്ന് അറിയാൻ ഈ സെക്ഷന്റെ ഇങ്ങനത്തെ എൻഡ് പോയിന്റ് ഇല്ലേ, നോക്കിക്കേ, നമ്മൾ എവിടെയാണോ സെക്ഷൻ എടുക്കുന്നത് ഈ പച്ച വരകൾ ഇവിടെ കളറില്ലേ, ആ വരയിൽ നിങ്ങൾ കൈ ഉറപ്പിച്ച് പിടിച്ചു, നമ്മൾ സ്കെയിൽ പിടിച്ചേക്കുവാണെന്ന് വിചാരിക്കാം. സോ അതിന്റെ അപ്പുറത്തെ പോർഷനിൽ ലോഡൊന്നും ഇല്ല, അതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. സോ എക്സിൽ നമ്മൾ കൈ പിടിക്കുന്നു, ഇവിടെ നിങ്ങൾ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. ആ സ്കെയിലിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഏതാ ഉള്ളത്? ഈ PA/L എന്ന് പറഞ്ഞ ഒറ്റ ലോഡേ ഉള്ളൂ, അത് താഴോട്ട് അതിനെ വലിക്കാം അല്ലെ. സോ ഇവിടെ മുറുക്കെ പിടിച്ചിട്ട് ഈ അറ്റത്ത് മുറുക്കെ പിടിച്ചിട്ട് ആ സ്കെയിലിന്റെ അറ്റത്ത് നിന്ന് താഴോട്ട് വലിച്ചാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ വളയും അല്ലേ. സോ ഇവിടെ മുറുക്കെ പിടിക്കുക, സ്കെയിലിന്റെ അറ്റത്ത് നിന്ന് താഴോട്ട് വലിക്കുക, വാട്ട് വിൽ ഹാപ്പൻ? ഇത് താഴോട്ട് വലിയും. സോ ദിസ് ഈസ് ലൈക്ക് എ സാഡ് സ്മൈലി. സാഡ് സ്മൈലി ആണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണല്ലേ. അപ്പം ഹോഗിങ് മൊമെന്റ് നെഗറ്റീവ്. അങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ പറയാം. സോ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഈ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 2 എണ്ണം കണ്ടിട്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സെക്ഷൻ എടുത്തു, ആ സെക്ഷനിലെ ലോഡ് മാത്രം എടുത്തു, ആ സെക്ഷനിലെ ലോഡ് കൊണ്ട് ബീം എങ്ങനെയാ വളയുന്നതെന്ന് നോക്കുന്നു. അങ്ങനെ ബീം എങ്ങനെയാ വളയുന്നതെന്ന് നോക്കാൻ എപ്പോഴും ആ സെക്ഷന്റെ പോയിന്റിൽ കൈ പിടിക്കുക, എന്നിട്ട് ആ ഫോഴ്സ് വെച്ചിട്ടൊന്ന് വലിച്ചു നോക്കുക അല്ലെ. ആ ബീം ആണെന്ന് വിചാരിക്കും, ബീമിനൊന്ന് ഫോഴ്സ് വെച്ച് വലിച്ചു നോക്കുക. അപ്പൊ ബീം എങ്ങനെയാ വളയുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മൊമെന്റിന്റെ ഡയറക്ഷൻ കിട്ടി, ഇറ്റ് ഈസ് എ ഹോഗിങ് മൊമെന്റ്, ഹെൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. സോ ബെൻഡിങ് മൊമെന്റ് ഈസ് -PA/L into x, which is negative. Now calculate bending moment at different points. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ x is equal to 0. At x is equal to 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് A. What is the bending moment? ഇവിടുത്തെ x ന് 0 കൊടുത്താൽ you will get it as 0. Now bending moment at x is equal to L. x is equal to L എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, അവിടെ -PA. സോ x L ആവുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് PA ആവും. കാരണം എന്താ, എക്സിന് പകരം നിങ്ങൾ L കൊടുക്കുക, എക്സിന് പകരം L കൊടുത്താൽ L ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് -PA. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് A is 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് L is PA. നെഗറ്റീവ് ആണ് സാഗിങ് മൊമെന്റ്, ഹോഗിങ് മൊമെന്റ് ആയതുകൊണ്ട്. നമുക്ക് ഇതിന്റെ ചിത്രം ഒന്ന് വരയ്ക്കാം. ഇവിടെ എക്സ് ആണ് വേരിയേഷൻ അല്ലേ. നോക്കി, PA/L into x. എക്സിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയേഷൻ ആണ്. സോ അതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ നമ്മൾ ബേസ് ലൈൻ വരച്ചു, നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ടാണ് പോവുക. സോ അറ്റ് x is equal to 0 ഇറ്റ് ഈസ് 0. അറ്റ് x is equal to L, x is equal to L എന്ന് പറഞ്ഞാൽ പോയിന്റ് B ആണ്, പോയിന്റ് ബിയിൽ ഇറ്റ് ഈസ് PA. സോ PA താഴോട്ട് വരച്ചു, ഈ 2 എണ്ണം കൂടെ ജോയിൻ ചെയ്തു. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് നമുക്കറിയാം. അടുത്തത് രണ്ടാമത്തെ പോർഷൻ അല്ലേ, പോർഷൻ BC എടുത്തു. പോർഷൻ BC എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം നമ്മൾ മറച്ചു കളഞ്ഞു, നമുക്ക് ഇത്രയും പോർഷൻ ഇതിന് ബാക്കിയുള്ളൂ. സോ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട് ഈസ് ദ ഫോഴ്സ് റിമൈനിങ്? P അറ്റ് എ ഡിസ്റ്റൻസ് x. ഇപ്പൊ ഈ സെക്ഷനിലോട്ട് എടുത്താൽ P into x ആണ് ബെൻഡിങ് മൊമെന്റ്. അഗൈൻ ഐ എം റൈറ്റിംഗ് നെഗറ്റീവ്. സോ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? സോ ആ സെക്ഷൻ മാത്രം എടുക്കുക, ഈ x എന്നുള്ള പോർഷൻ മാത്രം എടുക്കുക, അതായത് ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ മാത്രം നമ്മൾ എടുത്തു. എന്നിട്ട് ആ സെക്ഷന്റെ സ്ഥലത്ത് ഒന്ന് കൈവച്ച് പിടിക്കുക അല്ലെ, സെക്ഷൻ ഇരിക്കുന്ന സ്ഥലത്ത് കൈവച്ച് പിടിക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് ലോഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെയിലോട്ടൊന്ന് ഇമാജിൻ ചെയ്യുക, ഇവിടെ മുറുക്കെ പിടിക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ആ സ്കെയിൽ എങ്ങനെയാണ് വളയുന്നത്? അതുപോലെ ആയിരിക്കും ആ ബീമും വളയാം. സോ ദിസ് ഈസ് യുവർ ബീം ബെൻഡിങ് ഡയഗ്രാം. ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്താ? ഇതും അഗെയിൻ സാഡ് സ്മൈലി ആണല്ലേ. സാഡ് സ്മൈലി ആണെങ്കിൽ നെഗറ്റീവ്, ഹെൻസ് ഹോഗിങ് മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് ഈസ് നെഗറ്റീവ് നമുക്ക് കിട്ടി. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് x is equal to 0. ഇവിടെ x is equal to 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് C ആണല്ലേ. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്, പോയിന്റ് C ആണ്. അറ്റ് x is equal to 0 ബെൻഡിങ് മൊമെന്റ് ഈസ് 0.
bending moment at x is equal to a, x a ആവുമ്പോൾ bending moment is x ന് പകരം a കൊടുത്താൽ minus p. So you will get two values, and again ഇവിടെ x ആണ് വേരിയേഷൻ അല്ലേ, x raised to 1 linear variation ആണ്. So you have to join by straight line. So നമുക്ക് നോക്കാം, at x is equal to 0 ഇവിടെ 0 ആള്, at x is equal to a, x is equal to a എന്ന് പറഞ്ഞാൽ again പോയിന്റ് b ആണ്, അവിടെ p ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേ വാല്യൂ തന്നെയാണ് നമുക്ക് വന്നത്. സോ ബെൻഡിങ് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ നമുക്ക് കിട്ടും. You have PA over here joined by a straight line. This is your bending moment diagram. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേവരെ പറഞ്ഞ പോലെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റും എടുത്തിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് മറിക്കുകയോ ഇങ്ങനെ വളച്ചു നോക്കി അതിന്റെ സൈൻ ഹോഗിങ് ആണോ സാഗിങ് ആണോ എന്നൊന്നും പറയുമോ ഒന്നുമില്ല. ഇങ്ങനെ സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവില്ല. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 6 കേസ് എടുത്തിട്ട് ബീമിന്റെ വളയലും സൈൻ കൺവെൻഷനും ഒക്കെ പഠിച്ചത്. സോ അതൊന്ന് റിവൈസ് ചെയ്തോ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിമ്പിൾ പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് എ കാൻഡിലിവർ ബീം. ഓക്കെ, ഇത് ഇത്ര ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, മീൻസ് സ്ലൈഡിൽ ഉണ്ടാവില്ല. നമ്മൾ സൈൻ എങ്ങനെ കിട്ടും എന്ന് പറയുന്നേ ഉള്ളൂ. So you will have to picturize how the hogging is happen, how the sagging is happen. Is right side is going up, right side is going down. Okay, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇമാജിൻ ചെയ്യേണ്ടി വരും. If you feel difficulties, you can contact me at any time, no problem. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതാണ് പ്രോബ്ലം. You have a cantilever beam which is having span 3.5 meter and it has point loads 20 kilonewton, 20 kilonewton and 10 kilonewton at a distance 1 meter, 2 meter and at 3.5 meter from the fixed end. Draw the shear force diagram and bending moment diagram. അല്ലേ, ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ബീമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും, എന്നിട്ട് ആ ബീം വരയ്ക്കണം, എന്നിട്ട് ലോഡ് പൊസിഷൻ ചെയ്യണം, എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കും. അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ബീം വരയ്ക്കണം അല്ലേ. സോ ബീം വരയ്ക്കാൻ നമുക്കൊരു കാൻഡിലിവർ ബീം ഉണ്ടെന്ന് പറഞ്ഞു. കാൻഡിലിവർ ബീമിന്റെ സ്പാൻ എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. സോ എ തൊട്ട് ഡി വരെ ഞാനിവിടെ മാർക്ക് ചെയ്ത് എ ഡി എന്ന് പറഞ്ഞ ബീമിനെ വിളിച്ചു. 3.5 മീറ്റർ വരെയാണ് അതിന്റെ സ്പാൻ എന്ന് പറയുന്നത്. ഇനി പോയിന്റ് ലോഡ്സ് ഉണ്ട് 20 kilonewton, 20 kilonewton ആൻഡ് 10 kilonewton. സോ ആദ്യം ഒരു 20 kilonewton ഉണ്ട് അറ്റ് 1 മീറ്റർ അല്ലെ. 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 20 kilonewton എന്ന് പറയുന്നു. അടുത്ത് 2 മീറ്റർ ഡിസ്റ്റൻസിൽ 20 kilonewton ഉണ്ട്. അതായത് ഫ്രീ എൻഡിൽ നിന്ന് 2 മീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് എത്രയായിരിക്കും? അനദർ 1 മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു 20 kilonewton ലോഡ് ഉണ്ട്. ഓക്കെ, സോറി. അടുത്ത പറയുന്നത് ഇനി ഫ്രീ എൻഡിൽ നിന്ന് 3.5 മീറ്ററിലാണ് മൂന്നാമത്തെ ലോഡ്, അതായത് 10 kilonewton. ഫ്രീ എൻഡിൽ നിന്ന് 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയാ? സോറി, ഫിക്സഡ് എൻഡിൽ നിന്ന് 3.5 മീറ്ററിലാണ് മൂന്നാമത്തെ ലോഡ്. ഫിക്സഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇത്, അവിടെ നിന്ന് 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ എൻഡ്. സോ യുവർ ഫൈനൽ ലോഡ് ഈസ് അറ്റ് ദിസ് പോയിന്റ്. സോ ഫ്രീ എൻഡിൽ ഒരു 10 kilonewton ഉണ്ട്. ബി സി ഡി എന്ന് ഞാൻ ആ 3 പോയിന്റ്സിനെ വിളിക്കുകയും ചെയ്തു. സോ ഇതാണ് നമ്മുടെ ലോഡിംഗ് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ബീം. ആ ബീമിന്റെ മുകളിൽ 3 പോയിന്റ് ലോഡ്സ് ഉണ്ട്. ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ കാൻഡിലിവർ ആണ്. കാൻഡിലിവർ ആകുമ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു. സോ ഇവിടെ നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നില്ല, കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്ന സെക്ഷൻസ് ഒക്കെ ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലോഡ് കൂടുതലുണ്ടല്ലേ. സോ എപ്പോഴും ലോഡ് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ബീമിനെ പല സെക്ഷൻസ് ആയിട്ട് തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബി സി എന്ന് പറഞ്ഞ പോയിന്റ് ഒക്കെ ഇട്ടേക്കുന്നത്. സോ ഈ ഒരു പോർഷനിൽ ഈ ഒരു ലോഡിന്റെ എഫക്റ്റ് ഉള്ളു അല്ലെ. ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലോഡ് വരും. ഈ ഒരു പോർഷൻ എടുത്ത് ഈ 3 ലോഡ് വരും. അതുകൊണ്ട് നമ്മൾ അതിന് 3 പാർട്ടായിട്ട് എടുക്കും, എ ബി, ബി സി, സി ഡി. സോ പോർഷൻ സി ഡി ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ പോർഷൻ സി ഡി നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇതിന് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് എഴുതുന്നത് ആ രീതിയിലായിരിക്കും. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും ആൻസർ ചെയ്യുന്ന സമയത്ത്. എന്ന് വെച്ചാൽ ആൻസർ പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പോർഷൻ സി ഡി സെലക്ട് ചെയ്തു. പോർഷൻ സി ഡിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ സെലക്ട് ചെയ്യണം അല്ലേ. സോ കൺസിഡർ എ സെക്ഷൻ എക്സ് ഫ്രം ദ ഫ്രീ എൻഡ് ബിറ്റ്വീൻ ദ പോയിന്റ് സി ആൻഡ് ഡി. സോ സി ആൻഡ് ഡി എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സെക്ഷൻ അസ്യൂം ചെയ്യുന്നു. ആ സെക്ഷന്റെ പേര് 1 എന്ന് ഞാൻ വിളിച്ചു.
So section, sorry, you have a section which is named as 1. So ഈ സെക്ഷനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു. ആ 1 എന്ന് പറയുന്ന സെക്ഷൻ സിന്റെയും ഡിന്റെയും ഇടയിലാണ്. സോ സി ഡിന്റെ ഇടയിലാണ് 1. സോ നമ്മൾ 1 എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്ന പോർഷൻ സി ഡി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ് മൂവ്സ് ഫ്രം ഡി ടു സി ഓൺലി എന്ന് വിചാരിക്കാം. സോ നമ്മൾ എക്സ് സിന്റെയും ഡിന്റെയും ഇടയിലാവുമ്പോഴുള്ള കണ്ടീഷനാണ് ഈ പോർഷൻ സി ഡി എന്ന് പറഞ്ഞ ഹെഡിന്റെ താഴെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. സോ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ എടുത്തു, അവിടെ ഒരു സെക്ഷൻ അസ്യൂം ചെയ്തു, സെക്ഷൻ 1. ഈ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ സിന്റെയും ഡിന്റെ ഇടയ്ക്ക് മാത്രമാണ് ദാറ്റ് മൂവ്സ് ഫ്രം ഡി ടു സി അല്ലെ. സോ എക്സ് ഇവിടം തൊട്ട് ഇവിടം വരെ ആവുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെഡിങ്ങിന്റെ താഴെ പറയാം. സോ കൺസിഡർ എ സെക്ഷൻ എക്സ് ഫ്രം ദ ഫ്രീ എൻഡ് ബിറ്റ്വീൻ പോയിന്റ് സി ആൻഡ് ഡി എന്ന് നമ്മൾ പറഞ്ഞു. സോ എക്സ് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്. സോ നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുന്നു. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കണ്ടുപിടിക്കണം. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഈ ഒരു സെക്ഷൻ എടുത്ത് ഇതിന്റെ റൈറ്റ് സൈഡ് മൊത്തം മറിക്കും അല്ലേ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കാണാൻ ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് നേരത്തെ പ്രോബ്ലത്തിലൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മറക്കും. എന്നിട്ട് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യും. നിങ്ങൾ പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ ഇവിടെ വെക്കുക. ഈ ഇത്രയും പോർഷനിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് മറിച്ച് കളയാം. സോ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്താ? ഇത്രയും പോർഷനേ ഉള്ളൂ. ആ പോർഷനിലെ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ആ സെക്ഷന്റെ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ് നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ മറക്കുന്നു, റൈറ്റ് സൈഡ് മാത്രം എടുക്കുന്നു. റൈറ്റ് സൈഡിലുള്ളത് ഒറ്റ പോയിന്റ് ലോഡാണ്. ആ പോയിന്റ് ലോഡിന്റെ വാല്യൂ എത്രയാ? 10 അല്ലെ. ഇവിടെ മറിച്ചു. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ ഇവിടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോഴ്സ് എത്രയാ? 10. സോ വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് ആക്ടിങ് ഇൻ ദാറ്റ് സ്പാൻ? 10 കിലോന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെ. സോ യു ഹാവ് ദ ഷിയർ ഫോഴ്സ് വിച്ച് ഈസ് 10 കിലോന്യൂട്ടൺ. ഇനി ഇതിന്റെ സൈൻ വേണം, ഷിയർ ഫോഴ്സിന്റെ സൈൻ വേണം. ഷിയർ ഫോഴ്സിന്റെ സൈൻ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? ഇവിടുത്തെ സെക്ഷൻ കൺസിഡർ ചെയ്ത് ഇപ്പുറത്തുള്ള ലോഡൊക്കെ മറക്കും. ആകെ ഈ 10 കിലോന്യൂട്ടൺ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സെക്ഷൻ വെച്ച് ആ 10 കിലോന്യൂട്ടൺ കൊണ്ട് ബീം എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കും അല്ലെ. അപ്പൊ ആ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 കിലോന്യൂട്ടൺ ഉണ്ട്, ഇവിടെ ലോഡ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ താഴോട്ട് മൂവ് ചെയ്യും അല്ലെ. റൈറ്റ് സൈഡ് മൂവ്സ് ഡൗൺ. When right side moves down, the shear is positive. So right side moves down, shear will become positive. So നമ്മുടെ value of shear force at x section എന്ന് പറയുന്നത് സെക്ഷൻ 1-ലെ x ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് 10 കിലോന്യൂട്ടൺ ആണ് നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സി ഡി സ്പാനിലാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ കൊടുക്കണം. അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഡി, ഒന്ന് സി. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 0-ൽ ഡി ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നോക്കിക്കേ, എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വിച്ച് മൂവ്സ് ഫ്രോം ഡി ടു സി. ആ ഇക്വേഷനിൽ നമുക്ക് നോ എക്സ് വാല്യൂ അല്ലെ, ഒറ്റ ഫോഴ്സേ ഉള്ളൂ. ദർ ഇസ് നോ യു ഡി എൽ എന്നുള്ളൂ, ഒറ്റ ഒരു പോയിന്റ് ലോഡേ ഉള്ളൂ. സോ ലോഡിന് വ്യത്യാസമൊന്നും വരുന്നില്ല. സോ എക്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല. ദാറ്റ് മീൻസ് ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദിസ് സ്പാൻ സി ഡി അല്ലെ. സി ഡി എന്ന് പറഞ്ഞ പോർഷനിൽ ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ഡി ഈസ് നത്തിങ് ബട്ട് ദ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദ വാല്യൂ ഈസ് 10 കിലോ ന്യൂട്ടൺ അല്ലെ. ഷിയർ ഫോഴ്സിന് വ്യത്യാസമൊന്നുമില്ല, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 10 കിലോ ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ. സോ യുവർ ഷിയർ ഫോഴ്സ് ഈസ് 10 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി. അടുത്ത പോയിന്റ് എന്താ? അറ്റ് പോയിന്റ് സി. പോയിന്റ് സി എന്ന് പറയുന്നത് എത്ര? ഷിയർ ഫോഴ്സ് അറ്റ് x is equal to 1.5. x ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തുന്നു. Then x will become 1.5. So what is the value of shear force at C? That is x is equal to 1.5. So x 1.5 ആകുമ്പോൾ, സോ നമ്മൾ സി ഡി എന്ന് പറഞ്ഞ സ്പാൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ കൺസിഡർ ചെയ്യുന്ന സ്പാനിൽ x ഇവിടെ നിന്ന് മൂവ് ചെയ്ത് 1.5 ആവുന്നു. 1.5 ആയി കഴിഞ്ഞാലും ദർ ഇസ് നോ അതർ ലോഡ് അല്ലെ, വേറൊരു അഡീഷണൽ ലോഡിൽ നമ്മുടെ ഈ 10 കിലോ ന്യൂട്ടൺ തന്നെ അവിടെ ഉള്ളൂ. So your shear force is 10 kilonewton. So shear force at D is 10 kilonewton. Shear force at C is again 10 kilonewton. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു പോർഷന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ അതിന്റെ പോയിന്റ് എ ബി സി ഡി ഒക്കെ മാർക്ക് ചെയ്ത ലൈൻ വരച്ചു. എന്നിട്ട് നമ്മുടെ ബേസ് ലൈൻ വരച്ചു. സോ അറ്റ് പോയിന്റ് ഡി എത്രയാ വാല്യൂ? 10 കിലോന്യൂട്ടൺ. ഷിയർ ഈസ് പോസിറ്റീവ് അല്ലെ, മുകളിലോട്ടാണ്. സോ 10 കിലോന്യൂട്ടൺ ഞാൻ വരച്ചു.
ഇനി ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിന്റ് സിയിൽ എത്തുന്നു. പോയിന്റ് സിയിൽ എത്തിയാലും വാല്യൂ 10 കിലോ ന്യൂട്ടൺ ആണ്. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം അല്ലെ? ഇവിടെയും 10 കിലോ ന്യൂട്ടൺ ആണ്, ഇവിടെയും 10 കിലോ ന്യൂട്ടൺ ആണ്. സോ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. സോ ഇത്രയും ഭാഗത്ത് പോസിറ്റീവ് ഷിയർ ആണ്. സോ ഈ ഒരു സ്പാൻ കൺസിഡർ ചെയ്താൽ ആ സ്പാനിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നമ്മുടെ പോർഷൻ സി ഡി നമ്മൾ കഴിഞ്ഞു. നമുക്ക് അടുത്തത് പോർഷനിലോട്ട് പോകാം. പോർഷൻ ബി സി. സോ പോർഷൻ ബി സി എടുത്തു. പോർഷൻ ബി സിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലൊരു സെക്ഷൻ കൺസിഡർ ചെയ്യണം അല്ലേ? സോ കൺസിഡർ ദ സെക്കൻഡ് സെക്ഷൻ 2. സോ 2 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. സോ ആ 2 എന്ന് പറഞ്ഞ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത് ഇവിടെ. സോ ആദ്യത്തെ എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബീമിന്റെ ഒരറ്റം മറ്റേ അറ്റം വരെ മൂവ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ഒന്നാമത്തെ കേസിൽ, അതായത് പോർഷൻ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ സിന്റെയും ഡിന്റെയും ഇടയിൽ മാത്രമായിരിക്കുമ്പോഴാണ്. അതായത് ഫ്രീ എൻഡ് തൊട്ട് രണ്ടാമത്തെ ലോട്ട് സി എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ എക്സ് ആവുമ്പോൾ എന്താണ് ഷിയർ ഫോഴ്സിന് സംഭവിക്കുക എന്നാണ് നമ്മൾ ഇത്രയും പോർഷനിൽ പറഞ്ഞത്. ഓക്കെ, സോ ഈ എക്സ് ഇപ്പോൾ ഇതിന്റെ അകത്താണ് എന്ന് വിചാരിക്കും. ഇനി അടുത്ത പോർഷൻ വരുമ്പോൾ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ബിന്റെയും സിന്റെ ഇടയ്ക്കാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 എന്ന് പറയുന്ന സെക്ഷൻ ബിന്റെയും സിന്റെയും ഇടയ്ക്കാണ്. അപ്പൊ അവിടുത്തെ ഇനി നമ്മൾ പറയാൻ പോകുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഇവിടെ പാസ് ചെയ്തു. ഇനി എക്സിന്റെ വാല്യൂ കിടക്കുന്ന ഈ ബിന്റെയും സിന്റെ ഇടയ്ക്കാണ്. സോ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ എക്സ് മാർക്ക് ചെയ്യാം. സോ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ സെക്ഷൻ 2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി എക്സ്. ഞാനത് മാർക്ക് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ. സോ ദിസ് ഈസ് യുവർ എക്സ് ഇൻ ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറഞ്ഞ സെക്ഷൻ വരെ ആയിരിക്കും ഓർത്തിരിക്കും. സോ 2 സെക്ഷൻ, അതായത് ബിന്റെയും സിന്റെ ഇടയ്ക്കാണ് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത്. സോ എക്സ് മൂവ് ചെയ്ത് സി ക്രോസ് ചെയ്തു, ബി സി സ്പാനിലാണ് ഇപ്പോഴുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് സെക്ഷൻ. സോ സെക്കൻഡ് സെക്ഷനിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്, അതായത് സെക്ഷൻ 2-ലെ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനെന്താ ചെയ്യേണ്ടത്? ഈ സെക്ഷൻ എടുക്കുക. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ മറിച്ചു. ലെഫ്റ്റ് സൈഡ് മറിക്കാൻ കാരണം ഇവിടെ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ മറിക്കുന്നു. നിങ്ങളുടെ കൈ വെച്ച് മറിക്കുക ആൻസർ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് വലത്തെ സൈഡിലോട്ട് മാത്രം നോക്കുക. വലത്തെ സൈഡിലോട്ട് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ കാണാം? അവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിയിൽ ആക്ട് ചെയ്യുന്ന 10 കിലോ ന്യൂട്ടൺ, വേറൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന 20 കിലോ ന്യൂട്ടൺ. സോ ഇവിടെ വെച്ചിട്ട് സെക്ഷൻ 2 വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ മറയ്ക്കുന്നു, റൈറ്റ് സൈഡ് മാത്രം നോക്കുന്നു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് രണ്ട് ഫോഴ്സസ് കാണാം. രണ്ട് ഫോഴ്സും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് 20 കിലോ ന്യൂട്ടൺ, ഒന്ന് 10 കിലോ ന്യൂട്ടൺ. സോ വാട്ട് ഈസ് യുവർ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്? ഈസ് ദ സം ഓഫ് ദാറ്റ് ടു ഫോഴ്സസ് അല്ലെ? വേറെ മുകളിലോട്ട് ഫോഴ്സ് ഒന്നുമില്ല. സോ ഈ രണ്ട് ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 10 plus 20. Your answer is 30 kilonewton. So at x section in between B and C, so x B ന്റെ C ന്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 30 കിലോന്യൂട്ടൺ ആണ് അല്ലെ? ഇനി അഗെയിൻ ഇതിന്റെ സൈൻ കിട്ടണം. സൈൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ നമ്മൾ മറക്കുന്നു, റൈറ്റ് സൈഡ് മാത്രം എടുക്കുന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ട് 30 കിലോന്യൂട്ടൺ. ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെ? 10 + 20 താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് 2 എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സെക്ഷൻ വെച്ച് നോക്കിയാൽ ആ ബീം എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? അപ്പുറത്ത് ഫോഴ്സ് ഒന്നും ഇല്ല, ഇഗ്നോർ ചെയ്യാലോ. സാധാരണ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാം. സോ ഈ ഒരു സെക്ഷനിൽ ഒരു 30 ഫോഴ്സ് ഉണ്ട്. ആ 30 ഈ ബീമിനെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലെ? അഗെയിൻ റൈറ്റ് സൈഡ് ഡൗൺ, പോസിറ്റീവ് ഷിയർ. സോ ഇറ്റ് ഈസ് 30 കിലോന്യൂട്ടൺ. ഇനി നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കുന്നു, സിയും ബിയും അല്ലെ? ഈ സ്പാൻ എടുക്കുന്നത്. അപ്പൊ സിയും ബിയും. സോ സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് 1.5 എത്തുമ്പോഴാണ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നത്. So at x is equal to 1.5. So at x is equal to 1.5, we have the point C. So point C യിൽ ഷിയർ എന്തായിരിക്കും? 30 കിലോന്യൂട്ടൺ. ഇവിടെ ഇക്വേഷനിൽ എക്സ് ഒന്നുമില്ല, ഒറ്റ ലോഡേ ഉള്ളൂ. 20 + 10 30. So your shear force is 30 kilonewton. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്തു, എക്സ് പിന്നെയും മൂവ് ചെയ്ത് എവിടെ എത്തി? ബിയിലെത്തി. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് എന്താ? എക്സ് ഇവിടം തൊട്ട് ഇവിടം വരെ ട്രാവൽ ചെയ്തു. എക്സ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ 1.5 + 1. സോ ബി എന്ന് പറയുന്ന പോയിന്റ് ഫ്രീ എൻഡിൽ നിന്ന് 2.5 ഡിസ്റ്റൻസ്. സോ എക്സിന് 2.5 എന്ന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. അപ്പോഴും ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല അല്ലെ? ഈ രണ്ട് ലോഡ് മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ലോഡ് ഒന്നുമില്ല. അഗെയിൻ ഷിയർ ഫോഴ്സ് ഈസ് 30 കിലോന്യൂട്ടൺ. സോ രണ്ട് ഷിയർ ഫോഴ്സ് കിട്ടി രണ്ട് പോയിന്റില്. നമുക്ക് അതൊന്ന് പ്ലോട്ട് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ 10 കിലോന്യൂട്ടൺ ഉണ്ട്.
പക്ഷെ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്താൽ അത് 30 കിലോ ന്യൂട്ടനാണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ അത് എന്തായിരിക്കും? 30 കിലോ ന്യൂട്ടൺ ആയിരിക്കും. സോ ബേസ് തൊട്ട് ഇവിടം വരെ 30 കിലോ ന്യൂട്ടൺ ഷിയർ ഫോഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വാറ്റ് പോയിന്റ് ബി, ഇതാണ് നമ്മുടെ പോയിന്റ് ബി. പോയിന്റ് ബിയിൽ എത്തുമ്പോഴും ഷിയർ ഫോഴ്സ് എത്രയാണ്? 30 കിലോ ന്യൂട്ടൺ ആണ്. സോ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു, അല്ലെ? ഇവിടെയും 30 കിലോ ന്യൂട്ടൺ ആണ്, ഇവിടെയും 30 കിലോ ന്യൂട്ടൺ ആണ്. സോ ദിസ് ഈസ് മൈ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഫോർ ദിസ് പെർട്ടിക്കുലർ സ്പാൻ. ഈ ഒരു സ്പാനിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത് ഇതാണ്. സോ അത് ഞാൻ വരച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ലാസ്റ്റ് പോർഷൻ ആണ്, അല്ലെ? ലാസ്റ്റ് പോർഷൻ ഈസ് എ ബി. സോ പോർഷൻ എ ബി എടുക്കാൻ ഞാൻ മൂന്നാമതൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. സെക്ഷൻ 3 ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പച്ച ലൈൻ സെക്ഷൻ 3 എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ എക്സ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ബി വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബിന്റെയും എന്റെ ഇടയ്ക്ക്, സോ എന്റെയും ബിന്റെ ഇടയ്ക്കാണ് ഇനി എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. സോ ആ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വെച്ചുള്ള ഒരു ആർബിട്രറി സെക്ഷൻ നമ്മൾ എടുത്തു. ഇനി നമ്മൾ പറയുന്ന എക്സ് ഈ ഒരു പോർഷനിലായിരിക്കും, എന്റെയും ബിന്റെ ഇടയ്ക്ക് ഈ 3 എന്ന് പറയുന്ന സെക്ഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലായിരിക്കും ഇനി നമ്മുടെ സെക്ഷൻ ഉള്ളത്. സോ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we have to find the shear force at x. What will be the shear force? ഇവിടെ കൈ പിടിക്കുക, ഈ സെക്ഷൻ 3ന്റെ അപ്പുറത്ത്, അതായത് ഇത്രയും പോർഷൻ നമ്മൾ മറച്ചു വെച്ചു. ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു 10 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ, ഇത്രയും ഫോഴ്സസ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്? റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ദ ഷിയർ ഫോഴ്സ്, അല്ലേ? സോ 10 പ്ലസ് 20 പ്ലസ് 20 യു വിൽ ഗെറ്റ് 50 കിലോ ന്യൂട്ടൺ ആസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് സെക്ഷൻ, അല്ലേ? സോ എക്സ് മൂവ് ചെയ്ത് എന്റെയും ബിന്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ഷിയർ ഫോഴ്സ് എന്താവുന്നു? 50 കിലോ ന്യൂട്ടൺ ആവുന്നു. എഗെയിൻ ഈ സെക്ഷൻ എടുത്തു, സെക്ഷന്റെ റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്തു, ഒരു 50 കിലോ ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെ? റൈറ്റ് സൈഡ് ഈസ് ഗോയിങ് ഡൗൺ, എഗെയിൻ ഷിയർ ഈസ് പോസിറ്റീവ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ? എക്സ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് 1 + 1.5 2.5 എത്തുമ്പോൾ, സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2.5 ഈ ഒരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ, എ ബി എന്നൊരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്താണ്? 50 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ, നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 3.5 1.5 + 1 + 1, അതായത് എക്സ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് എ വരെ എത്തി. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3.5, ഇവിടെയും വേരിയേഷൻ ഒന്നുമില്ല, ഇറ്റ് ഈസ് 50 കിലോ ന്യൂട്ടൺ. സോ ഇവിടുന്ന് ഏതൊരു പോയിന്റ് എടുത്ത് നിങ്ങൾ റൈറ്റിലോട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഈ 3 ലോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വാല്യൂസ് സെയിം ആയി വരുന്നത്. സോ 50 കിലോ ന്യൂട്ടൺ 50 കിലോ ന്യൂട്ടൺ നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ പോയിന്റ് ബിയിൽ 50 കിലോ ന്യൂട്ടൺ ആണ്, പോയിന്റ് എയിലും 50 കിലോ ന്യൂട്ടൺ ആണ്. സോ ഐ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് ഫിനിഷ് മൈ ഡയഗ്രാം. ദിസ് ഈസ് മൈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓൾ വാല്യൂസ് ആർ പോസിറ്റീവ്. ഇവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ലോഡിന്റെ തൊട്ട് താഴെയുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ പോയിന്റ് ലോഡ് തന്നെയായിരിക്കും. ഓക്കെ, അത് പറയാൻ നോക്കി. ഇവിടെ നോക്കിയേ, ഇവിടെ 10 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ്, ഇവിടെ നമുക്കുള്ളത് 20 കിലോ ന്യൂട്ടൺ ആണ്. സോ 20 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, 30 - 10. സോ ഈ ഒരു വരയില്ലേ, ഈ ഒരു വര റെപ്രസെന്റ് ചെയ്യുന്ന 20 കിലോ ന്യൂട്ടൺ ആണ്. അതാണ് ഇവിടുത്തെ പോയിന്റ് ലോഡ് ആണല്ലോ, നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന. സോ ഇവിടെ 10, സോ ഇവിടുത്തെ 10. ഇനി ഇവിടെ നിന്ന് വന്നു, ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, അല്ലേ? ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രേറ്റ് ലൈനിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 - 10. സോ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ദാറ്റ് ഈസ് യുവർ bending moment, sorry, shear force value, sorry, load value here. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ എത്തി, ഇവിടെ മുകളിലെ വാല്യൂ 50, താഴത്തെ വാല്യൂ 30. 30 - 20 എന്ന് പറഞ്ഞാൽ എത്രയാ? സോറി, 50 - 30 എന്ന് പറഞ്ഞാൽ എത്ര? 20. സോ ഈ ലൈനിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്. ആ 20 ആണ് ഇവിടുത്തെ ലോഡ്, അല്ലെ? സോ ഇങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പോയിന്റ്, അതായത് ഈ ബീമിന്റെ എയും ഡിയും പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് ഓരോ ഷിയർ വാല്യൂ ഉള്ളൂ, അല്ലെ? ഓരോ ഷിയർ വാല്യൂ ഉള്ളൂ. സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താൽ സിന്റെ റൈറ്റ് സൈഡിലും സിന്റെ ലെഫ്റ്റ് സൈഡിലും 2 സ്പാൻ ഉണ്ട്. സിന്റെ റൈറ്റ് സൈഡിൽ സി ഡി എന്ന് പറഞ്ഞ സ്പാൻ ഉണ്ട്, സിന്റെ ലെഫ്റ്റ് സൈഡിൽ ബി സി എന്ന് പറഞ്ഞൊരു സ്പാൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എപ്പോഴും 2 വാല്യൂസ് വരും, അല്ലെ? ഈ സ്പാൻ എടുത്തപ്പോൾ നമുക്ക് 10 വാല്യൂ കിട്ടി, ഈ സ്പാൻ എടുത്തപ്പോൾ നമുക്ക് 30 വാല്യൂ കിട്ടി. സോ 2 വാല്യൂ എപ്പോഴും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഉണ്ടാവും എന്ന് ഓർത്തിരിക്കും. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബി സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് 30 കിലോ ന്യൂട്ടൺ കിട്ടി, എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് 80 കിലോ ന്യൂട്ടൺ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. സോ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കഴിഞ്ഞു. അടുത്ത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമ്മുടെ കൺസെപ്റ്റ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
അപ്പം നമ്മൾ നേരത്തെ വരച്ച അതേ സാധനം തിരിച്ചിവിടെ ഞാൻ കൊണ്ടുവച്ചു. സോ സെക്ഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ എടുത്ത പോലെയാണ് ചെയ്യുക. ഷിയർ ഫോഴ്സിന് പകരം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണെന്നോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടേക്ക് ദ പോർഷൻ സി ഡി. അതായത് നമ്മുടെ എക്സ് ഇപ്പോൾ സിന്റെയും ഡിന്റെ ഇടയ്ക്കാണെന്ന് വിചാരിക്കാം. എക്സ് സിന്റെയും ഡിന്റെ ഇടയ്ക്ക് വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ്. സോ 1 എന്ന് പറഞ്ഞ സെക്ഷനിൽ എക്സ് ഡിസ്റ്റൻസിൽ വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ്? സോ ഇവിടെ എടുക്കുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം നമ്മൾ മറന്നു, റൈറ്റ് സൈഡ് എടുത്തു. റൈറ്റ് സൈഡിൽ ഏതാ ഫോഴ്സ് ഉള്ളത്? ആകെ ഒരു 10 കിലോമീറ്റർ ഉണ്ട് അല്ലേ? സോ ലെഫ്റ്റ് സൈഡ് മറന്നു, ഈ സെക്ഷൻ്റെ ഇവിടെ കൈ വെച്ചു. സോ യു ഹാവ് 10 കിലോമീറ്റർ ഹിയർ. സോ 10 ഇൻറ്റു എക്സ്. സോ 10 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഒറ്റ മൊമെന്റ് മാത്രമേ അവിടെ ഉള്ളൂ. സോ 10 ഇൻറ്റു എക്സ്. സോ 10 ഇൻറ്റു എക്സ് ആണ് ഈ എക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ, എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള 1 എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്കുള്ള ബെൻഡിങ് മൊമെന്റ്. 10 ഇൻറ്റു എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ഇടാൻ കാരണം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി മൊത്തം മറക്കുക. ഈ സെക്ഷൻ എക്സിന്റെ സ്ഥലത്ത് അല്ലെ, ഈ 1 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൈ പിടിക്കുക. എന്നിട്ട് അവിടെ ബാക്കിയുള്ള ഫോഴ്സ് 10 കിലോമീറ്റർ. അത് താഴോട്ട് അതിന് എന്താ ചെയ്യുക? ആ ഇവിടെ മുറുക്കെ പിടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു സ്കെയിൽ ആണെങ്കിൽ ആ സ്കെയിലിനെ ഇങ്ങനെ വളയ്ക്കും അല്ലെ, സ്കെയിലിനെ ഈ രീതിയിൽ വളയ്ക്കും. ഈ രീതിയിൽ വളയാന്ന് വെച്ചാൽ എന്താ? നോക്കിക്കേ, ഇങ്ങനെയല്ല വളയ്ക്കുക. ഇങ്ങനെ വളയ്ക്കാന്ന് വെച്ചാൽ സാറ്റ്സ്മൈൻ, ദാറ്റ് ഈസ് ഹോഗിങ്. ഹോഗിങ് ഈസ് നെഗറ്റീവ് മൊമെന്റ് അല്ലെ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് -10x വിച്ച് ഈസ് ഹോഗിങ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡി എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് കിട്ടണം. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് 0 കൊടുക്കുക. സോ ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് -10 into 0, that is 0 അല്ലെ. സോ അറ്റ് പോയിന്റ് ഡി ബെൻഡിങ് മൊമെന്റ് ഈസ് 0. അടുത്ത പോയിന്റ് എന്താ? ഈ സ്പാനിൽ, സി ഡി സ്പാനിൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ആണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, സോറി, ഇറ്റ് ഈസ് നോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് 1 second. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1.5. എക്സ് 1.5 ആകുമ്പോഴാണ് പോയിന്റ് സി എത്തുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1.5? ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? എക്സിന് പകരം 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ -10 into 1.5. -10 into 1.5. You will get the answer as 15 kilonewton per meter. നെഗറ്റീവ് ആണ് ഹോഗിങ് മൊമെന്റ്, അത് നമ്മൾ കണ്ടു. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഈസ് 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ഈ ഇക്വേഷനിൽ എക്സിന് പകരം 1.5 കൊടുത്തു കഴിഞ്ഞപ്പോൾ യു ഗോട്ട് ആസ് 15 kilonewton per meter. ഇപ്പോൾ പോർഷൻ ഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, അതായത് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആണ്, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ 15 ആണ്. സോ അതിനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ ഏത് ലൈനാ വേണ്ടേ? എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു 1. എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ വേരിയേഷൻ. സോ 0യും 15ഉം കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ടേബിൾ വരച്ചിരുന്നു അല്ലേ. പോയിന്റ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കാര്യത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്കറിയാം. സോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിന് കാരണം എക്സ് റേസ് ടു 1 ആയതുകൊണ്ട്. നെക്സ്റ്റ് പോർഷൻ ബി സി. സോ എക്സ് ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ഇനി ബിന്റെയും സിന്റെ ഇടയ്ക്ക് എത്തി. സോ ആദ്യം സിന്റെയും ഡിന്റെ ഇടയ്ക്കായിരുന്നു, ഇനി ബിന്റെയും സിന്റെ ഇടയ്ക്ക് എത്തി. അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, ഓർബിറ്ററി സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ആ സെക്ഷന്റെ പേരാണ് സി. സോ ഇനി എക്സ് നമ്മൾ ഇവിടെ വെച്ചല്ല കാണാം, എക്സ് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ എക്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സെക്ഷൻ എടുത്തു, 2 എന്ന് പറഞ്ഞ ഈ പോയിന്റ് എടുത്തു, അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ മറന്നു. ഇനി നമുക്ക് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. സോ എക്സ് എടുത്ത്, എക്സ് ഡിസ്റ്റൻസ് ഇപ്പൊ ഇവിടെയാണ് അല്ലെ, 2 വരെയാണ്. ഇപ്പൊ 2ന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം നിങ്ങൾ മറന്നു. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും പോർഷനിൽ 2 ലോഡാണുള്ളത്. ഒരു 10 കിലോമീറ്റർ ഉണ്ട്, ഒരു 20 കിലോമീറ്റർ ഉണ്ട്. സെക്ഷൻ 2 എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസിലാണ്. സോ 20 കൊണ്ട് മൊമെന്റ് ഉണ്ട്, 10 കൊണ്ട് മൊമെന്റ് ഉണ്ട്. അതിന്റെ റിസൾട്ടന്റ് ആണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. So what is the resultant force? Sorry, moment. So 10 into x. ഈ x ഇപ്പൊ ഇവിടെയല്ല, x ഇവിടെയാണ് അല്ലേ. സോ 10 into x. സോ 10 into x ആണ് ഡ്യൂ ടു 10 എന്ന് പറയുന്നത്. അടുത്തത് ഡ്യൂ ടു 20. 20 എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ആണ്. സോ നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ x ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് x. സോ തെറ്റിദ്ധരിക്കരുത്, ഇതല്ല ഇനി നമ്മുടെ x. ഇനി നമ്മുടെ എക്സ് ഇവിടെയാണ്. ഓക്കെ. സോ ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ് ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 1.5 ആണ്. സോ വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? എക്സ് മൈനസ് 1.5.
സോ 20 ഇൻറ്റു എക്സ് മൈനസ് 1.5 രണ്ടും ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ്. സോ അഗൈൻ ഞാൻ നെഗറ്റീവ് ഇടാൻ എന്തായിരിക്കും കാരണം? ടോട്ടൽ മൊമെന്റ് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. കാരണം എന്തായിരിക്കും? ഈ ഒരു പോർഷൻ വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ലോഡ് മേലെ ഉണ്ട്. ആ ലോഡ് എങ്ങനെയായിരിക്കും? താഴോട്ട്, സ്കെയിലിലെ താഴോട്ടായിരിക്കും വളയ്ക്കുക അല്ലേ? സാഗിങ് മൊമെന്റ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ്. സോ മൈനസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 20 ഇൻറ്റു എക്സ് മൈനസ് 1.5 ദാറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ് വിച്ച് ഈസ് നെഗറ്റീവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തതായിരിക്കില്ല. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പോർഷൻ സി ഡിക്ക് വേണ്ടിയാണ്. പോർഷൻ ബി സിയിൽ എത്തുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും. സോ 2-ലാണ് ഇപ്പോഴത്തെ എക്സ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. സോ ഹോഗിങ് മൊമെന്റ് ഇറ്റ് ഈസ് നെഗറ്റീവ്. നമുക്ക് സിയിലെയും ബിയിലെയും ബെൻഡിങ് മൊമെന്റ് കിട്ടണം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക? 1.5 കൊടുക്കുക. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് അഗെയിൻ ഓക്കെ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എക്സ് ട്രാവൽ ചെയ്ത് 1.5 വരെ എത്തി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1.5. അപ്പൊ എന്ത് ചെയ്യുക? ഈ എക്സിന് പകരം 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു 1.5 വരും. 20 ഇൻറ്റു 1.5 മൈനസ് 1.5. അപ്പൊ ഈ ടേം മൊത്തത്തിൽ പോകും. 1.5 0 ആണല്ലോ. സോ 20 ഇൻറ്റു 0 0. അപ്പൊ 10 ഇൻറ്റു 1.5 നമുക്ക് ബാക്കിയുള്ള എത്രയാണ്? മൈനസ് 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ബെൻഡിങ് മൊമെന്റ് നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടുപിടിച്ചു. സോ ബി സി സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ എക്സിന് പകരം 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് നമുക്ക് ഏത് പോയിന്റ് വേണ്ടേ? ബി എന്ന് പറഞ്ഞ പോയിന്റ് വേണം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തണം. 1.5 പ്ലസ് 1 2.5 ഡിസ്റ്റൻസിലാണ്. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2.5 you substitute x value as 2.5 in this equation alle x is equal to 10 into x plus something x ulla equation la x ne pagara substitute cheya, you will get the answer as minus 45 kilonewton per meter. So bc enna portion eduthu kayinal load x section nammal ividam vare etti kayinal bc il bending moment vary cheyunu, c il 15 ഉം b il 45. അഗെയിൻ എക്സ് ആണ് ഈ ഇക്വേഷനിൽ മൊത്തത്തിലുള്ളത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയേഷൻ ആണ്, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സോ ഇവിടെ 15. സോ അറ്റ് സി ദ വാല്യൂ ഈസ് 15, അറ്റ് ബി ദ വാല്യൂ ഈസ് 45. നെഗറ്റീവ് ആണ്. സോ താഴോട്ട് വരയ്ക്കുന്നു. സോ 45 രണ്ടും കൂടി ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചു. ഈ ഒരു പോർഷന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ലാസ്റ്റ് പോർഷനിലോട്ട് പോവാം. പോർഷൻ എ ബി. പോർഷൻ എ ബിയിലെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ്. വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ്? Let's see. Minus 10 into x. അത് കണ്ടുപിടിക്കാൻ എന്താ? എക്സ് നമുക്കിപ്പം ഇവിടെയും അല്ല ഇവിടെയല്ല. എക്സ് ഇപ്പൊ എവിടെ എത്തി? 3-ലെത്തി. 3-ലെത്തി. 3-ന്റെ ലെഫ്റ്റ് സൈഡ് മറിച്ചു, റൈറ്റ് സൈഡിലോട്ട് മാത്രം നോക്കി. അവിടെ 3 ഫോഴ്സ് ഉണ്ട്, 20 20 10. ഈ 3 ഫോഴ്സ് കൊണ്ടും ഈ എക്സ് എന്ന് പറഞ്ഞ ആക്സിസ്, അതായത് 3 എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആക്സിസിലോട്ട് മൊമെന്റ് ഉണ്ട്. സോ എക്സ് ഡിസ്റ്റൻസ് ഇതാണ്. ആ മൊമെന്റ് കണ്ടുപിടിക്കാൻ ആ മൊമെന്റിന്റെ റിസൾട്ടന്റ്, ആ മൊമെന്റിന്റെ റിസൾട്ടന്റ് ആണ് ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം. സോ ഈ ഒരു സെക്ഷൻ എടുത്തു, അവിടുത്തെ മൊമെന്റ് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. സോ 10 ഇൻറ്റു എക്സ്. ഇപ്പൊ എക്സ് ഇവിടം വരെയാണ്, ഓർക്കണം എക്സ് ഇവിടം വരെയാണ്. സോ 10 ഇൻറ്റു എക്സ്. അടുത്തത് 20 ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ എക്സ് ആണ്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ എക്സ് മൈനസ് 1.5 ചെയ്താൽ പോരെ. സോ 20 ഇൻറ്റു എക്സ് മൈനസ് 1.5. ലാസ്റ്റ് ഒരു 20 കിലോ ന്യൂട്ടണും കൂടിയുണ്ട്. ആ 20 കിലോ ന്യൂട്ടൺ ഈ ഡിസ്റ്റൻസിലാണ് അല്ലേ? 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ മൊമെന്റ്. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ എക്സ് മൈനസ് 2.5. സോ ഇത് മൂന്നും ഒരേ ഡയറക്ഷനിലുള്ള മൊമെന്റ്സ് ആണ് അല്ലെ? ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഒരേ സൈഡിലോട്ട് ആഡ് ചെയ്തു. ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. കാരണം നമുക്കറിയാം ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ റിസൾട്ടന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വളയാൻ സാധ്യത താഴോട്ടാണ്, ഹോഗിങ് സ്റ്റൈലിലാണ്. സോ ഇറ്റ് ഈസ് എ ഹോഗിങ് മൊമെന്റ് വിച്ച് ഈസ് നെഗറ്റീവ്. നമുക്ക് 2 പോയിന്റിൽ വേണം. സോ എക്സ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 2.5 അല്ലെ? എക്സ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ ഈ സ്പാനിൽ നിന്നുള്ള മൊമെന്റ് എത്രയായിരിക്കും നോക്കിക്കേ. ഈ എക്സിന് പകരം എന്ത് ചെയ്യുക? 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എല്ലായിടത്തും 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് മൈനസ് 45 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നേരത്തെ ബിയിൽ ഏതാണോ മൊമെന്റ് ആ മൊമെന്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റാണെന്ന് അർത്ഥം. ഓക്കെ. അടുത്തത് പോർഷൻ എ ബിയിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കാണണം. എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത്
3.5 വരെ എത്തുമ്പോൾ എക്സ് 3.5 വരെ എത്തുമ്പോൾ ഈ മൊമെന്റിന് വരെ എന്താ എക്സിന്റെ സ്ഥാനത്തെല്ലാം 3.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 10 into 3.5, 20 into 3.5 minus 1.5, 20 into 3.5 minus 2.5. If you substitute, you will get the answer as minus 95 kilonewton meter. So substitute ചെയ്യുക, നിങ്ങൾക്ക് 95 kilonewton meter എന്ന് കിട്ടും. സോ ഇവിടെ 45 ആണ്, ഇവിടെ 95 ആണ്. ജോയിൻ ചെയ്യുക, ഈ രണ്ട് ലൈൻ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, എക്സ് മാത്രമേ ഉള്ളൂ ഇക്വേഷൻ. ജോയിൻ ചെയ്യുക, യു ഗോട്ട് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ ഇങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. സോ ടിപ്പിക്കലി എക്സാമിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ച എല്ലാ കൺസെപ്റ്റും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഓർത്ത് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും. ദെൻ യു വിൽ ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് drawing more shear force and bending moment diagrams. So we will see in the next class. Bye.